Hi students, എല്ലാവർക്കും മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബേസിസ് ഓഫ് കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, സ്റ്റേജസ്, ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെയും മറ്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ വീഡിയോസിന്റെ എല്ലാ ലിങ്കുകളും ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ഐ ബട്ടൺ ശ്രദ്ധിക്കുക. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും മറ്റ് സബ്ജക്റ്റുകളുടെയും വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവയെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ബേസിസ് ഓഫ് കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. അതായത് കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നതിന്, അത് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഡിവൈഡ്സ് എ മാർക്കറ്റ് ഇൻറ്റു എ വെൽ ഡിഫൈൻഡ് സ്ലൈസസ്. വ്യക്തമായി നിർവചിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സിൻ്റെയോ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു സ്ലൈസായിട്ട്, ഒരു പീസായിട്ട് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. എ മാർക്കറ്റ് സെഗ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഹൂ ഷെയർ എ സിമിലർ സെറ്റ് ഓഫ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. അപ്പോൾ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെയുള്ളവരാണ് വരിക? ഒരേപോലത്തെ നീഡ്സും വാണ്ട്സും ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഗ്രൂപ്പാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പാക്കി തിരിക്കുന്നതാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സെഗ്മെൻറ്റിനകത്ത് ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരായിരിക്കും ഉണ്ടാവുക. ദ മാർക്കറ്റേഴ്സ് ടാസ്ക് ഈസ് ടു ഐഡൻറ്റിഫൈ ദ അപ്രോപ്രിയേറ്റ് നമ്പർ ആൻഡ് നേച്ചർ ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ്. ആവശ്യമുള്ള അത്രയും എണ്ണം, അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെൻറ്റിൻ്റെ നേച്ചർ എന്താ എന്നുള്ളതൊക്കെ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് മാർക്കറ്ററുടെ ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ഡിസൈഡഡ് വിച്ച് വൺ ടു ടാർഗറ്റ്. ഏതാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? നമ്മൾ തിരഞ്ഞെടുത്ത മുഴുവൻ സെഗ്മെൻറ്റിനെയും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത മുഴുവൻ സെഗ്മെൻറ്റിനേക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്ന് ഫോക്കസ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിൽ അവയുടെ സ്വഭാവം എല്ലാം തന്നെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഏതിലാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏതിലാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളത് മാർക്കറ്റർ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ദ ഫോളോയിങ് ആർ ദ മെയിൻ ബേസിസ് ഓഫ് കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. കൺസ്യൂമർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ പ്രധാനപ്പെട്ട ബേസസ് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ആ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നവയാണ്. ഒന്ന് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ, മറ്റൊന്ന് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ, ദെൻ ബിഹേവിയറൽ സെഗ്മെൻറ്റേഷൻ, ദെൻ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇത്രയും ബേസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോൾ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുകയാണ് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷനകത്ത് നടത്തുന്നത്. ഇൻ ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ ദ മാർക്കറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ യൂണിറ്റ്സ്. ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ വിവിധ ജോഗ്രഫിക്കൽ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സച്ച് ആസ് നാഷൻ, സ്റ്റേറ്റ്സ്, റീജിയൻസ്, സിറ്റീസ്, നൈബർഹുഡ് എക്സെട്ര. ഏതുപോലെ രാജ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റുകളായിട്ടോ അല്ലെങ്കിൽ റീജിയൻസ് ആയിട്ട്, ഇപ്പോൾ നോർത്തേൺ റീജിയൻ, സദേൺ റീജിയൻ എന്നൊക്കെ പറഞ്ഞാൽ റീജിയൻ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ സിറ്റീസ് ആയിട്ട്, നൈബർഹുഡ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ ഹോൾ മാർക്കറ്റിനെ ഓരോരോ ജോഗ്രഫിക്കൽ യൂണിറ്റുകളാക്കി ഡിവൈഡ് ചെയ്യുകയാണ് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദെയർ ഏരിയ ഓഫ് ലൊക്കേഷൻ കൺസ്യൂമേഴ്സ് ആർ ഓഫൺ ഫൗണ്ട് ടു ഹാവ് ഡിഫറൻസസ് ഇൻ ദെയർ കൺസംഷൻ പാറ്റേൺ. അപ്പോൾ ഈ കൺസ്യൂമേഴ്സ് അവർ ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൺസംഷൻ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പം ഇന്ത്യക്കാരുടെ ഫുഡ് ഹാബിറ്റ് ആയിരിക്കില്ല ചൈനക്കാർക്ക് ഇരിക്കുന്നത്, അല്ലേ? അതുപോലെ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയക്കനുസരിച്ച് അവരുടെ കൺസംഷൻ ബിഹേവിയർ, കൺസംഷൻ പാറ്റേൺ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തന്നെ ഫുഡ് ഹാബിറ്റും മറ്റുള്ളതിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ അല്ലെങ്കിൽ ആ മേജറായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ നടത്തുന്നത്. അപ്പോൾ ദ മെസ്സേജസ് ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് ദെയർഫോർ ഡിഫർ ഫോർ ഈച്ച് ഓഫ് ദ ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഓരോ ലൊക്കേഷനിലേക്കുള്ള മെസ്സേജസും മീഡിയ സ്ട്രാറ്റജീസും എന്തായിരിക്കും? വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ ഓരോരോ ഏരിയയിൽ സ്വഭാവവിശേഷങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെസ്സേജും അതിനനുസരിച്ചുള്ള മാധ്യമ തന്ത്രങ്ങളും ആയിരിക്കും അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോരോ ഏരിയയിലേക്കുള്ള മെസ്സേജസും മീഡിയ സ്ട്രാറ്റജീസും വ്യത്യാസം ഉണ്ടായിരിക്കും. ദ മാർക്കറ്റ്സ് ഓപ്പറേറ്റ്സ് ഇൻ വൺ ഓർ ഫ്യൂ ജോഗ്രഫിക് ഏരിയാസ് ഓർ ഓപ്പറേറ്റ് ഇൻ ഓൾ. അപ്പം മാർക്കറ്റർ ഇങ്ങനെ സെഗ്മെൻറ്റ് ചെയ്തതിൽ നിന്നും ഏതെങ്കിലും ഒരിടത്തേക്കോ
അല്ലെങ്കിൽ ഏതാനും ജോഗ്രഫിക്കൽ ഏരിയയിൽ മാത്രമായിരിക്കാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എല്ലാ ഏരിയയിലും കൂടെ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വരാം. ബട്ട് പേയ്സ് മോർ അറ്റൻഷൻ ടു ലോക്കൽ റിക്വയർമെൻറ്റ്സ്. പക്ഷെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എവിടെ ആയിരിക്കും? ലോക്കൽ റിക്വയർമെൻറ്റ്സിനായിരിക്കും. ദ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ മേ ബി ഓൺ ദ ബേസ് ഓഫ് ഏരിയ, ക്ലൈമറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സെട്ര. അപ്പോൾ ജോഗ്രഫിക്കൽ സെഗ്മെൻറ്റേഷൻ പ്രധാനമായിട്ടും ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്? ഏരിയ, ക്ലൈമറ്റ്, പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത, ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏരിയ ഇൻ സെഗ്മെൻറ്റേഷൻ ഓഫ് മാർക്കറ്റ് ഓൺ ദി ബേസ് ഓഫ് ഏരിയ. അപ്പോൾ ഏരിയയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ ദ മാർക്കറ്റ് ഡിവൈഡ്സ് ദ മാർക്കറ്റ് ഇൻ ടു ജോഗ്രഫിക്കൽ ഏരിയാസ് സച്ച് ആസ് നാഷൻ, സ്റ്റേറ്റ്സ്, റീജിയൻ, സിറ്റീസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ ഏരിയ വൈസ് നോക്കിയിട്ട് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഏരിയാസ്, ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ, സ്റ്റേറ്റ്സ്, റീജിയൺസ്, സിറ്റീസ് പോലത്തെ ജോഗ്രഫിക്കൽ ഏരിയകളായിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഈച്ച് യൂണിറ്റ് മേ ഹാവ് ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് മേ റിക്വയർ യുണീക്ക് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ്. ഓരോരോ യൂണിറ്റിനും ഓരോരോ സ്വഭാവവിശേഷങ്ങളായിരിക്കും ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ കാര്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സ്ഥലത്തേക്കും ഓരോ തരത്തിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും ആവശ്യം ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏരിയ വൈസ് ക്ലാസിഫിക്കേഷൻ നടത്തിയെന്ന് വരാം. ദെൻ ക്ലൈമറ്റിൻ്റെ ബേസിസിൽ മാർക്കറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് മേ ഹാവ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. അപ്പോൾ വിവിധ ഏരിയയിലുള്ള മാർക്കറ്റുകൾക്ക് ഡിഫറെൻറ്റ് ക്ലൈമറ്റ് കണ്ടീഷൻസ് ഉണ്ടായേക്കാം. ഇപ്പോൾ ഡിമാൻഡ് ഫോർ സർട്ടൺ പ്രോഡക്ട്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ക്ലൈമറ്റ്. ചില പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിസിലാണ്? ക്ലൈമറ്റിൻ്റെ ബേസിസിലാണ്. കാലാവസ്ഥ നോക്കിയിട്ടായിരിക്കും ചില പ്രോഡക്റ്റുകൾക്ക് ആവശ്യം ഉണ്ടാവുക. ഇപ്പോൾ കോൾഡ് റീജിയനിൽ, തണുപ്പുള്ള ഏരിയകളിൽ എന്ത് വേണ്ടി വരും? വൂളൻ ക്ലോത്ത് വേണ്ടി വരും. അപ്പോൾ വൂളൻ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാർക്കറ്റ് അവർ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കണം? ക്ലൈമറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കണം. ചൂടുള്ള ഒരു ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒന്നിച്ച് എല്ലായിടത്തേക്കും കൂടെ വൂളൻ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്ത് സെല് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ കോൾഡ് റീജിയൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടേക്ക് വേണ്ടിയിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറാസ് ഹോട്ട് റീജിയൻ നീഡ്സ് കോട്ടൺ ക്ലോത്ത്. അതുപോലെ ഹോട്ട് റീജിയൻ ആണെങ്കിൽ അവിടേക്ക് കോട്ടൺ ക്ലോത്താണ് വേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലൈമറ്റിൻ്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷനാവും നന്നാവുക. ദെൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യുക. മാർക്കറ്റ്സ് മേ ബി ഡിവൈഡ് ടു ഹൈ ഡെൻസിറ്റി ഏരിയ, ലോ ഡെൻസിറ്റി ഏരിയ എക്സെട്ര. മാർക്കറ്റിനെ നമ്മൾ ഹൈ ഡെൻസിറ്റി ഏരിയ എന്നും ലോ ഡെൻസിറ്റി ഏരിയ എന്നും നമുക്ക് അങ്ങനത്തെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ സെയിൽ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് സെയിൽ ചെയ്യണമെങ്കിൽ ക്യാൻ ബി കോൺസെൻട്രേറ്റഡ് ഇൻ ഏരിയാസ് വിത്ത് ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ. ഉയർന്ന ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളാണ് കൺസ്യൂമർ ഗുഡ്സ് സെല് ചെയ്യുന്ന മാർക്കറ്റേഴ്സ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ട് മൂന്ന് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ജോഗ്രഫിക് സെഗ്മെൻറ്റേഷൻ്റെ അണ്ടറിലാണ് വരിക. Then demographic segmentation. In demographic segmentation, the market is divided on the basis of demographic characteristics like age, sex, family size, marital status, religion or language. ഇവിടെ നമ്മൾ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഏജ്, സെക്സ്, ഫാമിലി സൈസ് പോലത്തെ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. പീപ്പിൾ ഡിഫർ ഇൻ ദയർ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെല്ലാം വ്യത്യസ്തരാണ്. ദർഫോർ മാർക്കറ്റേഴ്സ് അറ്റൻഷൻ ഷുഡ് ബി മോർ ഓൺ സം സ്പെസിഫിക് ഡെമോഗ്രാഫിക് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റർ ചില ഡെമോഗ്രാഫിക് ഗ്രൂപ്പുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദ ഷുഡ് നോട്ട് ഗീവ് ഈക്വൽ അറ്റൻഷൻ ടു ഓൾ ഗ്രൂപ്പ്സ്. എല്ലാ ഗ്രൂപ്പിനും ഒരേപോലത്തെ ശ്രദ്ധ അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പിനും ഒരേപോലത്തെ പ്രോഡക്റ്റുകളോ സർവീസുകളോ അല്ല മാർക്കറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനകത്ത് വരുന്ന വേരിയബിൾസ് എന്തെല്ലാം പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ കാറ്റഗറിക്ക് കീഴിൽ നമ്മൾ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് എന്നുള്ളത് നോക്കാം. ഒന്ന് ഏജ് ആണ്. ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാർക്കറ്റിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ആൻഡ് ഇമ്പോർട്ടൻ്റ് വേരിയബിൾ ഓഫ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഈസ് ഏജ്. ഒരു പ്രധാനപ്പെട്ട ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ വേരിയബിൾ എന്ന് പറയുന്നത് ഏജ് ആണ്. കൺസ്യൂമർ നീഡ്സ് ആൻഡ് വോൺസ് ചേഞ്ച് വിത്ത് ദയർ ഏജ്. കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഏജ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ഏജിൽ നമുക്ക് ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ആൻ യങ്ങസ്റ്റർ മൈറ്റ് വാണ്ട് എ മൊബൈൽ ഫോൺ. ഒരു യങ്ങസ്റ്റർക്ക് ഒരു മൊബൈൽ ഫോൺ മതിയാവും. ബട്ട് ആൻ ഏർണിംഗ് പ്രൊഫഷണൽ മേ റിക്വയർ വൺ വിത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് സച്ച് ആസ്
ഇമെയിൽ, ഫയൽ എഡിറ്റിംഗ് സപ്പോർട്ട് എക്സെട്ര. അതേസമയം ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇമെയിൽ, അതുപോലെ തന്നെ ഫയൽ എഡിറ്റിംഗ് സപ്പോർട്ട് പോലത്തെ അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ ഉള്ള മൊബൈലായിരിക്കും അവർക്ക് ആവശ്യം. കാരണം അവരുടെ ആ ഒരു ജോബ് പെർഫോം ചെയ്യാനുള്ള കുറച്ച് സംവിധാനങ്ങളും കൂടെ അവരതിനകത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഏജിൽ ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റും മറ്റുമൊക്കെ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. ദെൻ മറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ സ്റ്റേജ്. നമ്മുടെ ലൈഫ് സൈക്കിൾ സ്റ്റേജ് അനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ദ ലൈഫ് സൈക്കിൾ സ്റ്റേജ് റെഫേഴ്സ് ടു ദി ഫേസസ് ഓഫ് ദി ലൈഫ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ ജീവിത ഘട്ടങ്ങളെയാണ് നമ്മൾ ലൈഫ് സൈക്കിൾ സ്റ്റേജ് എന്ന് പറയാം. ദ റിക്വയർമെൻറ്റ്സ് വേരി വിത്ത് ചേഞ്ച് ഇൻ ലൈഫ് സൈക്കിൾ സ്റ്റേജ്. ഓരോ ലൈഫ് സൈക്കിൾ സ്റ്റേജിലും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ചൈൽഡ് മേ നീഡ് ടോയ്സ്. ഒരു കുട്ടിക്ക് ചിലപ്പം ആവശ്യം ഉണ്ടാവുക എന്തായിരിക്കും? ടോയ്സും മറ്റുമൊക്കെ ആയിരിക്കും. മിഡിൽ ഏജ്ഡ് കസ്റ്റമർ, ഒരു മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ ആയിരിക്കും. അവരുടെ കുട്ടികളുടെയും അവരുടെയൊക്കെ തന്നെ ഭാവി സെക്യൂറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകൾ ഒക്കെ ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി ആൻ ഓൾഡ് ഏജ് പേഴ്സൺ മേ നീഡ് റിട്ടയർമെൻറ്റ് പ്ലാൻസ്. അതേസമയം പ്രായമായിട്ടുള്ളവർ കുറച്ചുകൂടെ റിട്ടയർമെൻറ്റ് പ്ലാനുകളിലൊക്കെ ആയിരിക്കും, അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളൊക്കെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ഒരു ഏരിയ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലാതെ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓരോരോ ഘട്ടത്തിൽ നമുക്ക് ഓരോരോ തരം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആയിരിക്കും ഉണ്ടാവുക. ദസ് നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് കസ്റ്റമർ ചേഞ്ചസ് വിത്ത് എ ചേഞ്ച് ഇൻ ലൈഫ് സൈക്കിൾ സ്റ്റേജ്. അപ്പോൾ ലൈഫ് സൈക്കിൾ സ്റ്റേജിനനുസരിച്ച് ആളുകളുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ്, നീഡ്സും ഡിമാൻഡ്സും ഒക്കെ തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം മാർക്കറ്റർ അവരുടെ പ്രോഡക്റ്റും സർവീസസും ഒക്കെ തന്നെ അവിടെ മാർക്കറ്റ് ചെയ്യുന്നതിന്. ദെൻ ജെൻഡർ. ദ പ്രിഫറൻസസ് ഓഫ് മെൻ ആൻഡ് വുമൺ നാച്ചുറലി ഡിഫർ. ജെൻസിൻ്റെ അല്ലെ നമ്മുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ താല്പര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. മെന്നിൻ്റെയും വുമണിൻ്റെയും പ്രിഫറൻസസ് സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ട്. ദർ ആർ സെവറൽ പ്രോഡക്ട്സ് വിച്ച് ആർ ജെൻഡർ ഫോക്കസ്ഡ്. ജെൻഡർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോഡക്റ്റുകളുണ്ട്, സച്ച് ആസ് ക്ലോത്തിങ്, അക്സസറീസ്, ഫുട്വെയർ. ഈവൻ ഓട്ടോമൊബൈൽ കമ്പനീസ് ഹാവ് ടു ഓഫർ പ്രോഡക്ട്സ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്. ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് ഈ ജെൻഡർ വൈസ് ആയിട്ട് നമുക്ക് കാണാം. ക്ലോത്ത്, ഡ്രസ്സാണെങ്കിലും അക്സസറീസ്, ഫുഡ്വെയർ, ഓട്ടോമൊബൈൽ കമ്പനീസ് വരെ ജെൻഡർ ബേസിസിൽ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ സ്കൂട്ടറൊക്കെ നോക്കുകയാണെങ്കിലും അത് ജെൻസിനും ലേഡീസിനൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. കാറുകളൊക്കെ നമ്മളങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജെൻഡർ ബേസിസിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. ദെൻ റേസ്, കൾച്ചർ ആൻഡ് നാഷണാലിറ്റി. നമ്മുടെ വർഗം, നമ്മുടെ സംസ്കാരം, നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ താല്പര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ദ റേസ്, കൾച്ചർ ആൻഡ് നാഷണാലിറ്റി ഡിഫർ എമംഗ് പീപ്പിൾ. ഇതെല്ലാം ആളുകളുടെ വ്യത്യാസമുണ്ട്. ദ മാർക്കറ്റർ നീഡ് ടു കൺസിഡർ ദ ബൈയിങ് ഹാബിറ്റ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്സ് വൈൽ ഫോർമുലേറ്റിംഗ് ദെയർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റർ അയാളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഗ്രൂപ്പിൻ്റെയും ബൈയിങ് ഹാബിറ്റ്സിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ടീമിൻ്റെയും നമ്മുടെ റേസ് അനുസരിച്ച്, കൾച്ചർ അനുസരിച്ച് നമ്മുടെ ബൈയിങ് ഹാബിറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം മാർക്കറ്റർ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. ദെൻ occupation. Market segmentation is also done on the basis of occupation of consumers. കൺസ്യൂമേഴ്സിൻ്റെ ഒക്യുപ്പേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്താറുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഡോക്ടേഴ്സ് മേ ഡിമാൻഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഡോക്ടേഴ്സിന് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും ആവശ്യം ഉണ്ടാവുക. എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ മേ ഡിമാൻഡ് ബിൽഡിംഗ് ആൻഡ് ആർക്കിടെക്ചറൽ എക്യുപ്മെൻറ്റ്സ്. ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഒക്യുപ്പേഷൻ അനുസരിച്ച്, തൊഴിലിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ family size. In order to suit the requirement of different family sizes, products are brought out in different sizes and numbers. അതുപോലെ ഫാമിലി സൈസ്, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ലാർജ് ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫാമിലിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ തരങ്ങളിലുള്ള, വിവിധ സൈസിലുള്ള പ്രോഡക്റ്റുകൾ മാർക്കറ്റേഴ്സ് ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനെയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റർ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യേണ്ടതാണ്. ദെൻ എഡ്യൂക്കേഷൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ബേസ് ടു സെഗ്മെൻറ്റ് ദ മാർക്കറ്റ്. മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ബേസാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓൺ ദി ബേസ് ഓഫ് എഡ്യൂക്കേഷൻ ദ മാർക്കറ്റ് ഫോർ ബുക്സ് മേ ഡിവൈഡഡ് ഹൈ സ്കൂൾ, +2, ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സെട്ര. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ്
നമ്മുടെ ബുക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ എഡ്യൂക്കേഷൻ്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അവിടെ ഹൈസ്കൂൾ സ്റ്റുഡൻസിന്, +2 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബുക്സ്, ഗ്രാജുവേറ്റ് അല്ലേ BCom BBA, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MCom MBA, അങ്ങനെ ഉള്ള തലത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടാണ് ബുക്സൊക്കെ അവിടെ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പല ഫീൽഡിൽ നമുക്ക് എഡ്യൂക്കേഷൻ വൈസസ് നമുക്ക് കാണാവുന്നതാണ്. Then behavioral segmentation. In behavioral segmentation, the market is divided on the basis of purchase decision made by various groups. വിവിധ ഗ്രൂപ്പുകൾ എടുക്കുന്ന പർച്ചേസ് ഡിസിഷൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പെരുമാറ്റ രീതിയുടെ അല്ലെ, അവർ ഓരോ ഒക്കേഷനിൽ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയുള്ള വാങ്ങൽ തീരുമാനങ്ങളാണ് അവരെടുക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇതിനകത്ത് വരുന്നത്. ദ നോളജ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ദ കസ്റ്റമേഴ്സിൻ്റെ നോളജ്, അവരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് റെസ്പോൺസസ് ഓഫ് കസ്റ്റമേഴ്സ് ടുവേർഡ്സ് ദ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിനോടുള്ള അവരുടെ പ്രതികരണങ്ങൾ മസ്റ്റ് ബി കൺസിഡേർഡ് വൈൽ മാർക്കറ്റിംഗ്. ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിംഗ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് വരുന്നത് ഒന്ന് ആറ്റിറ്റ്യൂഡ്. കസ്റ്റമേഴ്സ് ക്യാൻ ബി സെഗ്മെൻറ്റഡ് ഓൺ ദി ബേസ് ഓഫ് ആറ്റിറ്റ്യൂഡ് such as enthusiastic, positive, indifferent, negative, hostile, etc. അപ്പോൾ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഏതുപോലെ ഇന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, പോസിറ്റീവ്, ഇൻഡിഫറൻറ്റ്, നെഗറ്റീവ്, ഹോസ്റ്റൈൽ, ഇങ്ങനെയുള്ള പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരുണ്ടാകും. പല രീതികൾ, ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് പല ആറ്റിറ്റ്യൂഡ്, പല കാഴ്ചപ്പാടുകളൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഫാഷനബിൾ ആൻഡ് ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആർ യൂസ്ഡ് ബൈ ഇന്തൂസിയാസ്റ്റിക് പീപ്പിൾ, അല്ലെ, വളരെ ഉത്സാഹമുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും. എല്ലാം പരീക്ഷിക്കാനും ഏറ്റവും ഫ്രഷായിട്ട് നടക്കാനും ഏറ്റവും ഫാഷനബിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഫാഷനബിൾ പ്രോഡക്റ്റും ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ലിക്കർ, സിഗരറ്റ്സ് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ആറ്റിറ്റ്യൂഡിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. Then product segmentation. Under this method, the market segmentation is done on the basis of product characteristics that are capable of satisfying certain special needs of the customers. കസ്റ്റമേഴ്സിൻ്റെ ചില പ്രത്യേക ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ആ ഒരു സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രോഡക്റ്റിൻ്റെ അത്തരം സ്വഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ സെഗ്മെൻറ്റേഷൻ നടത്തുന്നതാണ് ഇതിൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ പ്രോഡക്റ്റുകളെ അവയുടെ ചില പ്രത്യേക ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ, കൺസ്യൂമേഴ്സിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു ശേഷിയുടെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓൺ ദിസ് ബേസിസ് ദ പ്രോഡക്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രോഡക്റ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പ്രസ്റ്റീജ് പ്രോഡക്ട്സ്, അല്ലേ, പ്രസ്റ്റീജ് നമ്മുടെ അഭിമാന പ്രശ്നമാണ്. ഓട്ടോമൊബൈൽസ്, ക്ലോത്തിങ്, ഹോം ഫർണിഷിംഗ് ഒക്കെ ഇതിനകത്ത് വരുന്ന. ദെൻ മെച്യൂരിറ്റി പ്രോഡക്ട്സ്, കുറച്ച് മെച്യൂരിറ്റി വന്നതിന് ശേഷം ഉപയോഗിക്കുന്ന തരം പ്രോഡക്റ്റുകൾ, സിഗരറ്റ്സ്, ബ്ലേഡ്സ്, എക്സെട്ര. ദെൻ സ്റ്റാറ്റസ് പ്രോഡക്റ്റ്, സ്റ്റാറ്റസ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന മോസ്റ്റ് ലക്ഷറി ഐറ്റംസ് എല്ലാം അതിനകത്താണ് വരുന്നത്. ദെൻ ആങ്ഷൈറ്റി പ്രോഡക്ട്സ്, നമ്മുടെ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ആങ്ഷ്യസ് ആയിരിക്കും. അത്തരം ആങ്ഷൈറ്റി പ്രോഡക്ട്സുകൾ, മെഡിസിൻസ്, സോപ്പൊക്കെ അങ്ങനെയുള്ളതാണ്. സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊക്കെ ആങ്ഷൈറ്റി പ്രോഡക്ട്സ്. ദെൻ ഫങ്ഷണൽ പ്രോഡക്ട്സ്, ചില ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് തുടങ്ങിയവ അവ നിർവഹിക്കുന്ന ധർമ്മം എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന് കൺസ്യൂമേഴ്സിൻ്റെ ഒരു പ്രത്യേക തരം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഏതാണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഈ പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷനകത്ത് വരുന്നത്. ദെൻ ഒക്കേഷൻ സെഗ്മെൻറ്റേഷൻ, ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് കൺസ്യൂമേഴ്സസ് ഓരോ രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. പീപ്പിൾ ബൈ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബ്രാൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഓർ സിറ്റുവേഷൻസ്. അപ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ അല്ല വിവിധ സിറ്റുവേഷനിൽ ഒക്കേഷനിലായിട്ട് ആളുകൾ വിവിധങ്ങളായിട്ടുള്ള പ്രോഡക്റ്റുകളും ബ്രാൻഡുകളാണ് ഉപയോഗിക്കുക. അക്കോർഡിംഗ് ടു ഒക്കേഷൻസ് ബയേഴ്സ് ഡെവലപ്പ് എ നീഡ്, പർച്ചേസ് എ പ്രോഡക്റ്റ് ഓർ യൂസ് എ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ കൺസ്യൂമേഴ്സിന് പ്രത്യേകതരം നീഡാണ് ഉണ്ടാവുക. അതോടൊപ്പം അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങിക്കുകയും അവരെന്ത് ചെയ്യുകയും ചെയ്യും, യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദർ ക്യാൻ ബി 2 types ഓഫ് സിറ്റുവേഷൻസ്, 2 തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. റെഗുലർ സിറ്റുവേഷൻ ഉണ്ടാവും, സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലേ. നോർമലായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നിറവേറ്റുന്ന സാഹചര്യങ്ങളുണ്ടാവാം. പിന്നെ സ്പെഷ്യലായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫോർ റെഗുലർ യൂസ് വുമൺ പർച്ചേസ് കോട്ടൺ ഓർ പോളിസ്റ്റർ സാരീസ് ഓർ ചുരിദാസ്.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേഡീസ് അവരുടെ റെഗുലർ യൂസിന് വേണ്ടിയിട്ട് കോട്ടൺ അല്ലെങ്കിൽ പോളിസ്റ്റർ സാരീസോ ചുരിദാർസോ വാങ്ങിക്കുന്നു. ഫോർ അറ്റൻഡിങ് മാരേജ് റിസപ്ഷൻ, ഒരു കല്യാണ ഫംഗ്ഷനോ മറ്റൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊരു സ്പെഷ്യൽ ഒക്കേഷൻ ആണല്ലോ, എപ്പോഴും ഡെയിലി ഉണ്ടാകുന്ന കാര്യങ്ങളല്ല. അതിന് വേണ്ടിയിട്ട് ദേ ബൈ സിൽക്ക് സാരീസ്, കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അത് സാരിയോ മറ്റുള്ളതാവാം. നോർമൽ സിറ്റുവേഷൻ നമ്മൾ അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വാങ്ങാം. അതേസമയം നമ്മളൊരു സ്പെഷ്യൽ ഒക്കേഷനിൽ കുറച്ചും കൂടെ ഫാഷനബിൾ ആയിട്ടുള്ളതും കോസ്റ്റ്ലി ആയിട്ടുള്ളതും വാങ്ങാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ഓരോരോ ഒക്കേഷനിൽ ഓരോ തരത്തിലുള്ള ബിഹേവിയറാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യും, മാർക്കറ്റർ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ. കൺസ്യൂമേഴ്സ് സീക്ക് ബെനിഫിറ്റ് ഫ്രം പ്രോഡക്ട്സ്. കൺസ്യൂമേഴ്സ് പ്രോഡക്ട്സിൽ നിന്നും ചില പ്രത്യേക ബെനിഫിറ്റുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തേടുന്നുണ്ട്. സോ എ മാർക്കറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഓൺ ദി ബേസ് ഓഫ് ബെനിഫിറ്റ് സോട്ട് ബൈ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആഗ്രഹിക്കുന്ന ബെനിഫിറ്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് തേടുന്ന ബെനിഫിറ്റുകളുടെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ബെനിഫിറ്റ് സെഗ്മെൻറ്റേഷൻ ഇംപ്ലൈസ് സാറ്റിസ്ഫൈങ് വൺ ബെനിഫിറ്റ് ഗ്രൂപ്പ്. ഒരു ബെനിഫിറ്റ് ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യമാണ് ഇതിനകത്ത് വരും. ഏതെങ്കിലും ഒരു ബെനിഫിറ്റ് ഗ്രൂപ്പിനെ കണ്ടെത്തി അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ദ ബെനിഫിറ്റ് ഓർ യൂട്ടിലിറ്റീസ് മേ ബി. ഈ ബെനിഫിറ്റ്സിനെ അല്ലെങ്കിൽ യൂട്ടിലിറ്റീസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ജനറിക് ഓർ പ്രൈമറി. ജനറിക് അല്ലെങ്കിൽ പ്രൈമറി ബെനിഫിറ്റ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ മറ്റൊന്ന് സെക്കൻഡറി ഓർ ഇവോൾവ്. സെക്കൻഡറി എന്ന് പറയാൻ ഇവോൾവ്ഡ് ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ജനറിക് അല്ലെങ്കിൽ പ്രൈമറി യൂട്ടിലിറ്റി എന്താണ്? ക്ലീനിങ് മാത്രമാണ് അല്ലേ. നേരെ മറിച്ച് അവിടെ സെക്കൻഡറി അല്ലെങ്കിൽ ഇവോൾവ്ഡ് യൂട്ടിലിറ്റീസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ബ്രീത്ത് ഫ്രഷനിങ്, ബ്രൈറ്റ്നസ് തുടങ്ങിയ കാര്യങ്ങൾ. അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അതൊക്കെ ആയിരിക്കും പലപ്പോഴും എടുത്ത് പറയാം. അതുപോലെ ഇപ്പോൾ ഷാമ്പു ആണെങ്കിൽ അതിൻ്റെ പർപ്പസ് എന്തുതന്നെയാണ്? നമ്മുടെ ഹെയർ ക്ലീൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അവിടുത്തെ അതാണ് പ്രൈമറി അല്ലെങ്കിൽ ജനറിക് യൂട്ടിലിറ്റീസ് ആയിട്ട് വരുന്നത്. സെക്കൻഡറി അല്ലെങ്കിൽ ഇവോൾവ്ഡ് യൂട്ടിലിറ്റീസ് ആയിട്ട് അവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഷൈനി ഹെയർ ആവുക അല്ലെ, തിക്കനിങ് ഹെയർ ആവുക, ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ആയിട്ട് പറയാവുന്നത്. ഇപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്, അല്ലെങ്കിൽ പ്രൈമറി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൺവീനിയൻസ് ആണ്. അത് സെക്കൻഡറി ആണ് എന്താ സ്റ്റാറ്റസ്, പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ബെനിഫിറ്റ് അവരെന്താണോ സീക്ക് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ലോയൽറ്റി സെഗ്മെൻറ്റേഷൻ. The loyalty segmentation. Sometimes brand loyalty is used as the basis for segmentation. ചില സമയത്ത് നമ്മൾ സെഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ബ്രാൻഡ് ലോയൽറ്റി നമ്മൾ നോക്കാറുണ്ട്. കൺസ്യൂമേഴ്സ് ഹാവ് വേരിയിങ് ഡിഗ്രി ഓഫ് ലോയൽറ്റി ടു സ്പെസിഫിക് ബ്രാൻഡ്സ്. ചില പ്രത്യേക ബ്രാൻഡുകളോട് കൺസ്യൂമേഴ്സിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള പല തലത്തിലുള്ള ലോയൽറ്റി, വിധേയത്വമാണ് ഉണ്ടാവുക, അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, അതാണ് ലോയൽറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൺ ദി ബേസ് ഓഫ് ബ്രാൻഡ് ലോയൽറ്റി ബയേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോളോയിങ് 5 ഗ്രൂപ്പ്സ്. ബ്രാൻഡ് ലോയൽറ്റിയുടെ അടിസ്ഥാനത്തിൽ ബയേഴ്സിനെ നമുക്ക് 5 ഗ്രൂപ്പുകളാക്കിയിട്ട് തരംതിരിക്കാം. ഒന്ന് ഹാർഡ് കോർ ലോയൽസ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉള്ള ആ ഒരു ബ്രാൻഡിൻ്റെ ഏത് പ്രോഡക്റ്റ് വാങ്ങാൻ വില്ലിങ് ആയിട്ടുള്ള തരത്തിലുള്ള ലോയൽറ്റി ഉള്ള കൺസ്യൂമേഴ്സ്. ദെൻ സോഫ്റ്റ് കോർ ലോയൽസ് എന്ന് പറയുമ്പോൾ 2 അതിൽ കൂടുതലോ ബ്രാൻഡുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ, 3-4 ബ്രാൻഡിനോട് ഒരു പിന്നെ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ച് അതിനോടൊരു മമത കാണിക്കുന്നവർ. ദെൻ ഷിഫ്റ്റിംഗ് ലോയൽസ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ഉപയോഗിച്ച് അതിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കുന്നവർ. സ്വിച്ചേഴ്സ് എന്ന് പറയുമ്പം ആരോടും താല്പര്യമില്ല, ഒരു കൂട്ടരോടും താല്പര്യമില്ലാത്ത, അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത തരത്തിലുള്ളവർ. കൺസ്യൂമേഴ്സ് ഇന്നോവേറ്റേഴ്സ് എന്ന് പറയുമ്പം ഇവർ പൊതുവെ ഹൈ ഇൻകം ഉള്ള, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവരൊക്കെ അതിൽ വരിക. അവരെപ്പോഴും പുതിയ ന്യൂ പ്രോഡക്റ്റുകൾ, അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ അന്വേഷിക്കുന്ന തരത്തിലുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൺസ്യൂമേഴ്സിൻ്റെ ലോയൽറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ വോളിയം സെഗ്മെൻറ്റേഷൻ. വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൺസ്യൂമേഴ്സ് വാങ്ങിക്കുന്ന തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാം. ഇൻ വോളിയം സെഗ്മെൻറ്റേഷൻ ദ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഈസ് ദ ബേസിസ് ഫോർ സെഗ്മെൻറ്റേഷൻ. അവിടെ നമ്മുടെ സെഗ്മെൻറ്റേഷൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റിയാണ് അവിടുത്തെ ബേസ് എന്ന് പറയുന്നത്. ബയേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ബൾക്ക് ബയേഴ്സ്, സ്മോൾ സ്കെയിൽ ബയേഴ്സ്, റെഗുലർ ബയേഴ്സ്, വൺ ടൈം ബയേഴ്സ് എക്സെട്ര. കൺസ്യൂമേഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ ബയേഴ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? ബൾക്ക് ബയേഴ്സ്, വൺ തോതിൽ വാങ്ങിക്കുന്നവർ, കുറച്ച് മാത്രം വാങ്ങിക്കുന്നവർ അല്ലേ, സ്മോൾ സ്കെയിൽ, പിന്നെ അതുപോലെ റെഗുലർ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്നവർ, വൺ ടൈം ഒരിക്കൽ വാങ്ങി പിന്നെ വഴിക്ക് വരാത്തവരുണ്ടാവും, വൺ ടൈം ബയേഴ്സ്. അങ്ങനെ പല രീതിയിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ദെൻ
Psychographic segmentation. Demographic segmentation is the study of people from outside. Demographic segmentation എന്ന് പറയുമ്പോൾ ആളുകൾ അവരുടെ പുറമേ നിന്നും പഠിക്കലാണ് ഡെമോഗ്രാഫിക് സെഗ്മെൻറ്റേഷനകത്ത് വരുന്നത്. അതേസമയം സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ ഈസ് ദ അനാലിസിസ് ഓഫ് പീപ്പിൾ ഫ്രം ഇൻസൈഡ്. ആളുകളെ അവരുടെ ഉള്ളിൽ നിന്നും അനലൈസ് ചെയ്യുന്നതാണ് എന്ത് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. നമ്മുടെ സൈക്കോളജി നോക്കിയിട്ട് സെഗ്മെൻറ്റ് ചെയ്യുന്നതാണ് സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ. ദ ടേം സൈക്കോഗ്രാഫിക് വാസ് കോയിൻഡ് ബൈ മാർക്കറ്റ് റിസർച്ചർ ഇമാനുവൽ ഡെംബെ. അപ്പോൾ ഈ ഒരു സൈക്കോഗ്രാഫിക് എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? മാർക്കറ്റ് റിസർച്ചർ ആയിട്ടുള്ള ഇമാനുവൽ ഡെംബെ ആണ്. സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ റെഫേഴ്സ് ടു grouping of people into homogeneous segments on the basis of psychological makeup, namely personality, lifestyle, etc. അപ്പോൾ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ ഇൻറ്റു ഹോമോജീനിയസ് സെഗ്മെൻറ്റ്സ്. ആളുകളെ ഒരേപോലത്തെ സെഗ്മെൻറ്റുകളാക്കിയിട്ട് ഒരേ സ്വഭാവമുള്ള ഏതാനും സെഗ്മെൻറ്റുകളാക്കിയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആക്കുന്നത്? ഓൺ ദി ബേസിസ് ഓഫ് സൈക്കോളജിക്കൽ മേക്കപ്പ്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നെയിംലി ഏതൊക്കെ വരും അതിനകത്ത്? പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒപ്പീനിയൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരും. അണ്ടർ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ മാർക്കറ്റ് ഈസ് സെഗ്മെൻറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. അപ്പോൾ താഴെ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൈക്കോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ പ്രകാരം മാർക്കറ്റിനെ നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. അതിലൊന്ന് വരുന്നത് ലൈഫ് സ്റ്റൈലാണ്. എ മാർക്കറ്റർ മേ ബി സെഗ്മെൻറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറുടെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ലൈഫ് സ്റ്റൈൽ സിംപ്ലി റെഫേഴ്സ് ടു ദ വേ ഓഫ് ലിവിങ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിത ശൈലിയെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് നേരത്തെ പറഞ്ഞു, അത് നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളാണ്, ഓരോ ഫേസാണ് അല്ലേ? ചൈൽഡ്ഹുഡ്, പിന്നെ അതുപോലെ തന്നെ മധ്യവയസ്കരായിട്ടുള്ള ഒരവസ്ഥ, അതുപോലെ തന്നെ ഓൾഡ് ഏജ്, ഇങ്ങനെയുള്ള ആ ഓരോ സ്റ്റേജിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നതെങ്കിൽ ഇതിവിടെ നമ്മുടെ ജീവിത ശൈലികളെ, വേ ഓഫ് ലിവിങ്ങിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഇൻ വിച്ച് പീപ്പിൾ ലിവ് ആൻഡ് സ്പെൻഡ് ദെയർ ടൈം ആൻഡ് മണി. ആളുകൾ അവരുടെ സമയവും That is the pattern in which people live and spend their time and money. ആളുകൾ അവരുടെ പണവും അതുപോലെ തന്നെ സമയമൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു രീതി, അവർ ജീവിക്കുന്ന ആ ശൈലിയുടെയൊക്കെ പാറ്റേൺ ആണ് ഇത്. ഇറ്റ് ഈസ് ദ പാറ്റേൺ ഇൻ വിച്ച് പീപ്പിൾ ലീവ് ആൻഡ് സ്പെൻഡ് ദെയർ ടൈം ആൻഡ് മണി. ആളുകൾ ജീവിക്കുന്നതും അവരുടെ പണവും സമയമൊക്കെ തന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പീപ്പിൾ എക്സിബിറ്റ് ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ. വിവിധ തരത്തിലുള്ള ലൈഫ് സ്റ്റൈലുകൾ ആളുകൾ കാണിക്കാറുണ്ട്. ദേ എക്സ്പ്രസ് ദെയർ ലൈഫ് സ്റ്റൈൽ ത്രൂ ദ പ്രോഡക്ട്സ് ദേ യൂസ്. അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിലൂടെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ പ്രകടിപ്പിക്കുന്നത്. അപ്പം അവരെന്ത് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതിലൂടെ നമുക്ക് അവർക്ക് എന്ത് ലൈഫ് സ്റ്റൈലാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ദ ലൈഫ് സ്റ്റൈൽ ഓഫ് എ കോളേജ് സ്റ്റുഡൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി വർക്കർ. ഒരു സാധാരണ വർക്കറുടെ, സാധാരണ ഒരു കൂലിപ്പണിയോ മറ്റോ ചെയ്യുന്ന ആളുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യസ്തമായിരിക്കും ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫ് സ്റ്റൈൽ അല്ലേ? അപ്പോൾ സിമിലർലി ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ആൻ അർബനർ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ വില്ലേജർ. ഒരു ഗ്രാമീണരുടെ ലൈഫ് സ്റ്റൈലിന് വ്യത്യസ്തമായിരിക്കും ഒരു അർബണറുടെ, ഒരു നഗരപ്രദേശത്ത് താമസിക്കുന്ന ആളുടെ ലൈഫ് സ്റ്റൈല്. പിന്നെ കാറ്, ക്ലോത്തിങ്, കോസ്മെറ്റിക്സ്, ഫർണിച്ചർ, ലിക്കർ തുടങ്ങിയ കാര്യങ്ങൾ എക്സെട്ര ആർ സെഗ്മെൻറ്റഡ് ബൈ യൂസിങ് ലൈഫ് സ്റ്റൈൽ. ഇതെല്ലാം തന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ സെഗ്മെൻറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. ദ ടേം ലൈഫ് സ്റ്റൈൽ വാസ് ഫസ്റ്റ് പോപ്പുലറൈസ്ഡ് ബൈ ആൽഫ്രഡ് ആഡ്ലർ. ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറയുന്നവരാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ പേഴ്സണാലിറ്റി. The marketer may be segmented on the basis of personality of consumers. കൺസ്യൂമേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണാലിറ്റി റിഫ്ലക്ട്സ് എ പേഴ്സൺസ് ട്രൈറ്റ്സ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാബിറ്റ്സ്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പം അതൊരു വ്യക്തിയുടെ ഗുണങ്ങൾ അല്ലേ, അവരുടെ ആറ്റിറ്റ്യൂഡ്, സമീപനങ്ങൾ, അവരുടെ ഹാബിറ്റ്സ്, ശീലങ്ങളെയൊക്കെയാണ് അത് കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദാറ്റ് എ പേഴ്സൺ ഈസ് ക്ലാസിഫൈഡ് ആസ് ആക്റ്റീവ് ഓർ പാസീവ്. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ, പേഴ്സണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികളെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആക്റ്റീവ് ഓർ പാസീവ് അല്ലേ, വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന തരത്തിലുള്ള ആളുകൾ. നേരെ ഓപ്പോസിറ്റ് പാസീവ്. അതുപോലെ റാഷണലായിട്ട് കാര്യകാരണബന്ധം പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലേ, എല്ലാം കാര്യകാരണം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന റാഷണലായിട്ടുള്ള ആളുകൾ. നേരെ ഓപ്പോസിറ്റ് ഇമ്പൾസീവ്, ക്രിയേറ്റീവ് ഓർ കൺവെൻഷണൽ, ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്. ഇൻട്രോവേർട്ട് മീൻസ് എന്താണ്? അങ്ങനെ ഉൾവലിഞ്ഞ പ്രകൃതിയുള്ളവർ. എക്സ്ട്രോവേർട്ട് എന്ന് പറയുമ്പം എല്ലാം വളരെ എക്സ്പ്രസീവായിട്ടുള്ള ആളുകൾ.
അപ്പോൾ പേഴ്സണാലിറ്റി പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രോഡക്ട്സ് ലൈക്ക് ക്ലോത്തിങ്, ഫർണിച്ചർ, ഓട്ടോമൊബൈൽസ്, കോസ്മെറ്റിക്സ്, സിഗരറ്റ്സ്, ലിക്കർ എക്സെട്ര. ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ കേസസിലെല്ലാം തന്നെ പേഴ്സണാലിറ്റി വളരെ പ്രധാനപ്പെട്ട റോള് നിർവഹിക്കുന്നുണ്ട്. ദെൻ social class. On the basis of social class, customers may be grouped into lower classes, middle classes and upper classes. ഇപ്പോൾ സോഷ്യൽ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം കൺസ്യൂമേഴ്സിനെ. ലോവർ ക്ലാസ് എന്നും, മിഡിൽ ക്ലാസ് എന്നും, അപ്പർ ക്ലാസ് എന്നും. സോഷ്യൽ ക്ലാസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഇൻകം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സോഷ്യൽ ക്ലാസ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ മൂന്നെണ്ണമായി തിരിക്കുന്നത് ഈ പറയുന്ന ഇൻകം, ഒക്യുപ്പേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫാക്ടേഴ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മെനി കമ്പനീസ് ഡിസൈൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫോർ സ്പെസിഫിക് സോഷ്യൽ ക്ലാസ്സസ്. ഒരു പ്രത്യേക സോഷ്യൽ ക്ലാസ്സസിന് സെർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും പല കമ്പനികളും പ്രോഡക്റ്റും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യുന്നതും മാർക്കറ്റ് ചെയ്യുന്നതും. ചിലർ ലോവർ ക്ലാസ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ചീപ്പർ പ്രോഡക്റ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ലായിരിക്കും. ചിലർ മിഡിൽ ക്ലാസ്സിനായിരിക്കും ഉദ്ദേശിക്കുന്നത്, ചിലർ അപ്പർ ക്ലാസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് ലക്ഷറി ഐറ്റംസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കും. ചില കാറുകളൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് തള്ളി പോകുന്ന വിലയുള്ള കാറുകളൊക്കെയാണ്. അപ്പർ ക്ലാസ്സിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇറക്കുന്നവയാണ്. അപ്പോൾ റെഡി ടു വെയർ ഗാർമെൻറ്റ്സ്, നമ്മൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ് മാനുഫാക്ചേഴ്സ് സെഗ്മെൻറ്റ് ദ മാർക്കറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സോഷ്യൽ ക്ലാസ്. അവർ സോഷ്യൽ ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ചെയ്യുന്നവരാണ്, ഡ്രസ്സ് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്നവരൊക്കെ. എക്സാമ്പിൾസ് ആർ ആരോ, ലൂയിസ് ഫിലിപ്സ് എക്സെട്ര ഇവരൊക്കെ. അപ്പർ ക്ലാസ് ബൈസ് പ്രസ്റ്റീജിയസ് ഐറ്റംസ് സച്ച് ആസ് മൈക്രോവേവ്, AC, ലക്ഷറി കാർസ് എക്സെട്ര. അപ്പം ഈ അപ്പർ ക്ലാസ് പൊതുവെ പ്രസ്റ്റീജിയസ് ഐറ്റംസ് ആയിരിക്കും വാങ്ങുക, മൈക്രോവേവ്, AC, ലക്ഷറി കാർസ് ഒക്കെ ആവും വാങ്ങുക. ദ പ്രിഫർ കോസ്റ്റ്ലി ആൻഡ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്, നല്ല വില കൂടിയ ഉയർന്ന ക്വാളിറ്റി പ്രോഡക്ട്സ് ആകും അവർ ഇഷ്ടപ്പെടുക. മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർ വാങ്ങിക്കുക അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടിയുള്ള ഫർണിച്ചർ, TV, സ്കൂട്ടർ തുടങ്ങിയായിരിക്കും. ലോവർ ക്ലാസ്സസ് ബൈ നെസസിറ്റി പ്രോഡക്ട്സ്, ലോവർ ക്ലാസ് വാങ്ങിക്കുക അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. സച്ച് ആസ് സോപ്പ്, റൈസ്, ടീ അല്ലേ, അവരുടെ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഷെൽട്ടർ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനുള്ള അത്യാവശ്യ കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ വാങ്ങിക്കേണ്ടാവുക. സോപ്പ്, റൈസ്, ടീ പോലത്തെ. ദേ പ്രിഫർ ലെസ് കോസ്റ്റ്ലി ആൻഡ് ലോവർ ക്വാളിറ്റി പ്രോഡക്റ്റ്, അവർ കുറഞ്ഞ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സൈക്കോഗ്രാഫി സെഗ്മെൻറ്റേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് പറയാനുള്ളത്. പ്രധാനമായിട്ടും 4 ഐറ്റംസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്യുന്നത്. ദെൻ അവയുടെ അണ്ടറിൽ വരുന്ന ഓരോരോ വേരിയബിൾസ് എന്താണെന്നും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്താണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.